Assalamualaikum. Welcome to shainus.com. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗമില്ലാണ്ട് കിടക്കുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് ഗാർഡനിങ്ങിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതൊന്ന് നമുക്ക് നോക്കാം. ഇത് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് ഐസ് ട്രേ ഒക്കെ വെച്ചിരുന്ന ആ പോർഷനാണിത്. അപ്പോൾ പഴയ ഫ്രിഡ്ജിൽ കേടായ ഫ്രിഡ്ജിനകത്ത് നിന്ന് ഇത് മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്ന അതെടുത്ത് ഞാൻ ആദ്യം അതിന് പെയിൻറ്റ് ചെയ്ത് കളർ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പെയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഒന്നും പൈസ മുടക്കി ചെയ്യുന്നത് നമ്മൾ വീട്ടിനകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതുപോലെ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല, ഇതേപോലെ പലതും വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ആദ്യം അതിന് ഒരു ഓറഞ്ച് കളറ് കൊടുത്തു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിരുന്നു, പക്ഷേ ആ വീഡിയോ മിസ്സായി, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് മുതലുള്ള വീഡിയോ ആണ് ഉള്ളത്. എന്നിട്ട് ഈ ഹോളിലൂടെ ചൂടിക്കയർ കൊടുത്ത് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടിക്കയർ നമ്മളതിൽ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഞാൻ ഈ ഹോളിലൂടെ ഓരോ ഹോൾ ഇടവിട്ട ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ചൂടിക്കയറിങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഹോളിൽ കയറ്റിയിട്ട് അടുത്ത ഹോളിലൂടെ പുറത്തോട്ടെടുത്ത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് കയറ്റി നമ്മളിങ്ങനെ ഇത് ഫുൾ റൗണ്ടിൽ ഇതുപോലെ ചെയ്യണം. ഇതുപോലെ നേരത്തെ ചെയ്ത് വെച്ചതാണ് ആ രണ്ട് ഡിസൈൻ അങ്ങനെ ഇരിക്കുന്നത്. നമ്മളിത് കംപ്ലീറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തതിന് ശേഷം അത് കെട്ടി ലോക്കാക്കി കൊടുക്കണം. ഇതുപോലെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൊങ്ങി നിൽക്കുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഹോളുള്ളത് കാരണം നമുക്കത് ചുമരിൽ ആണി വെച്ച് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെടി വെക്കാനുള്ള ഒരു പാത്രം വേണം. അത് ഞാൻ അടുക്കളയിലുള്ള ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാത്തൊരു കണ്ടെയ്നറാണിത്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഞാൻ അതേ കളറ് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗം മാത്രമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ, കാരണം താഴെ നമുക്ക് കവർ ചെയ്ത് പോകുന്നുണ്ട്, ആ ഭാഗം കാണൂല. അതുകൊണ്ട് മേൽഭാഗം മാത്രമാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഡ്രെയിനേജുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചുറ്റിയ പോലെ തന്നെ ഒരു ചൂടിക്കയർ എടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിൽ ഫുള്ള് കവർ ചെയ്തെടുക്കാം. അതിനായി ഒരു ചൂടിക്കയർ ഇതുപോലെ വെച്ചിട്ട് ആ പാത്രത്തിന് ഫുള്ളായിട്ട് ഇതുപോലെ ടൈറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ. നല്ല തിക്കായിട്ട് ഗ്യാപ്പ് വരാതെ ഇതുപോലെ നന്നാക്കി ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് താഴെ അത് കെട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലും ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന നൂലുകളും എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇതിൻ്റെ ടോപ്പാണിത്. ഇത് തന്നെയാണ് ഞാൻ ഇതിന് ട്രേ ആയിട്ട് ഉപയോഗിക്കുന്നത്. സെയിം കളർ തന്നെ ആയതുകൊണ്ട്, ടോപ്പ് സെയിം കളർ ആയതുകൊണ്ട് നമുക്കിത് ട്രേ ആയിട്ട് ഇത് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രേ ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്ന വെള്ളം നമുക്ക് ചുമരിലൂടെ ഒന്നും ഒലിക്കാതെ ആ ട്രേയിൽ വീണ് നമുക്ക് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് നമ്മൾ ചുമരിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ കോളിംഗ് ബെല്ലിൻ്റെ അടുത്തായിട്ടാണിത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ കണ്ടെയ്നറിൽ ഒരു പോട്ട് മിക്സ് നിറച്ച് അതിനകത്ത് ചെടി വെക്കാം. ഫിലോഡാൻഡ്രൻ എന്ന ചെടിയാണ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള ഏത് ചെടി വേണമെങ്കിലും നമുക്ക് വെക്കാം. നമ്മുടെ ഇഷ്ടമുള്ള നമുക്ക് ഫേവറേറ്റുള്ള ഏത് ചെടി വേണമെങ്കിലും ഇതിനകത്ത് വെക്കാം. മണി പ്ലാന്റും ഇതിന് നല്ല ഭംഗി കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിലുള്ള പല ഉപയോഗശൂന്യമായ സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ പല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഞങ്ങൾ മുമ്പ് ചെയ്ത അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക.